Hi friends, welcome back to my channel. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഇതുപോലെ ക്യൂട്ടായിട്ടുള്ള ഒരു കാറ്റർപില്ലർ ചെയ്യാനാണ്. അപ്പോൾ എൻ്റെ കസ്റ്റമർ അയച്ചിട്ടുള്ള ഒരു ഫോട്ടോ ആണിത്. ഈ ഒരു സെയിം മോഡൽ ചെയ്യാനാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതിൽ മൂന്നാമത്തെ കളർ നമ്മൾ ഒന്ന് കളർ ചേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓറഞ്ചിന് പകരം പിങ്ക് കളറാണ് ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ആ ഹെഡിൻ്റെ ഭാഗത്തുള്ള ഗ്രീന് കുറച്ചും കൂടി ഡാർക്ക് ആക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത്രയും ഭാഗങ്ങളാണ് അവർ ചേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് നമ്മൾക്ക് ഈ ഒരു കാറ്റർപില്ലർ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. നമ്മൾ ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഓരോ ബോൾ ചെയ്തിട്ട് അത് ആഡ് ചെയ്തിട്ടുള്ള ഒരു കാറ്റർപില്ലറാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അത് ഇതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇപ്പം നമ്മൾ ചെയ്യുന്നത് ബോൾ ചെയ്യാതെ കുറച്ച് പാട്ടാക്കിയിട്ട് അതിനിങ്ങനെ ആ ബോളിൽ തന്നെ അടുത്ത കളറ് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ കാറ്റർപില്ലർ ചെയ്യുന്നത്. അപ്പോൾ അതിനേക്കാളും കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു രീതിയാണിത്. രണ്ട് രീതിയിലും നമ്മൾ കാറ്റർപില്ലർ ചെയ്യാറുണ്ട്. അപ്പം രണ്ടും ടൈപ്പിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ കാറ്റർപില്ലർ ചെയ്യാനായിട്ട് 1 2 3 4 5 കളേഴ്സാണ് ബോഡിക്ക് എടുക്കുന്നത്. പിന്നെ 2 കളേഴ്സ് ഞാൻ ഹെഡിനും എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇഷ്ടമുള്ള ഏത് കളറായാലും കുഴപ്പമില്ല, ഏത് കളറായാലും 4പ്ലൈയുടെ ബേബി സോഫ്റ്റ് കോട്ടൺ യാണാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു സ്റ്റിച്ച് മാർക്കറും അതുപോലെ ഞാൻ 4പ്ലൈ ആയതുകൊണ്ട് 2.5 mm സെറ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇനി ഫസ്റ്റ് നമുക്ക് ബോഡി പാർട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബോഡി പാർട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു യാണ് എടുക്കുക. അപ്പോൾ ഞാനിവിടെ ആദ്യം യെല്ലോ കളർ യാണ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു മാജിക് സർക്കിൾ ചെയ്ത് കൊടുക്കാം. ഈ ഒരു മാജിക് സർക്കിളിൻ്റെ ഈ ഭാഗത്തേക്ക് നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ചെയിൻ 1 ചെയ്യാം. ഇനി സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് 6 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 1 2 3 4 5 6 നമുക്കിവിടെ 6 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. ഇനി ഈ ഒരു ടൈലൻ്റ് ഉണ്ടല്ലോ, ആ ടൈലൻ്റ് വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക. അപ്പോൾ ഇവിടെ ഈ ഒരു സർക്കിൾ പോയി കിട്ടും. ഇനി നമുക്ക് ഫസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ചെയിന് പോലെ കാണുന്ന ഈ ഒരു ഇതിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. എന്നിട്ട് ഇനി നമുക്ക് സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ സെക്കൻഡ് റൗണ്ടിൽ നമുക്ക് ഈ ഒരു ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. അതിനുശേഷം നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഈ സിംഗിൾ ക്രോഷേ ആണ്, ഇവിടെയാണ് നമ്മൾ സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് റൗണ്ട് നമുക്ക് 6 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടുക. സെക്കൻഡ് റൗണ്ടിൽ നമ്മൾ ഈ 6 സ്റ്റിച്ചിനെ 8 സ്റ്റിച്ചാക്കിയിട്ട് ഇൻക്രീസിങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് നമ്മളൊരു സ്റ്റിച്ചിൽ 1 ചെയ്തു. സെയിം സ്പേസിൽ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കൂടി ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ചെയിനിൽ നമ്മൾ 2 ചെയ്തു. ഫസ്റ്റ് ചെയ്തതിൽ നമ്മൾ സ്റ്റിച്ച് മാർക്കർ വെച്ചു. സെയിം ചെയിനിൽ തന്നെ നമ്മൾ ഒന്നും കൂടി ചെയ്തു. ഇനി സെക്കൻഡ് ചെയിനിൽ നമുക്ക് 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. ഫസ്റ്റ് റൗണ്ടിൽ നമുക്ക് 6 സ്റ്റിച്ചാണ് ഉള്ളത്. ആ 6 സ്റ്റിച്ചിനെ നമ്മൾ 12 സ്റ്റിച്ചാക്കിയിട്ട് ഇൻക്രീസിങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റിച്ചിൽ 2 ചെയ്തു, സെക്കൻഡ് സ്റ്റിച്ചിലും 2 ചെയ്തു. അപ്പോൾ 4 സ്റ്റിച്ചായി. ഇനി തേർഡ് സ്റ്റിച്ചിൽ നമുക്ക് 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 3 ഇനി ഫോർത്ത് സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് 8 സ്റ്റിച്ചായി. ഇനി നമ്മൾ ഫിഫ്ത്ത് സ്റ്റിച്ചിലും 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് 10 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചായി. ഇനി നമ്മൾ ലാസ്റ്റ് സ്റ്റിച്ചിൽ 6th സ്റ്റിച്ചിൽ 6ാമത്തെ സ്റ്റിച്ചിലും നമ്മൾ ഒരു ചെയിനിൽ തന്നെ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 12 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടും. അപ്പോൾ ഇവിടെ ഇങ്ങനെ പിടിക്കുമ്പോൾ നമുക്കിങ്ങനെ ചെയിൻ സ്റ്റിച്ച് പോലെ കാണുന്ന അതിങ്ങനെ കൗണ്ട് ചെയ്തിട്ട് 12 സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കുക. ആ 12 സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളെ വർക്ക് കറക്റ്റാണ്. അപ്പോൾ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാം. ഇനി അഥവാ 12 സ്റ്റിച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ അപ്പോൾ നോക്കുക എവിടെയോ ചെയിൻ മിസ്സായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം ക്ലിയർ ചെയ്തിട്ട് സെക്കൻഡ് റൗണ്ടിൽ നമുക്ക് 12 സ്റ്റിച്ച് തന്നെ കിട്ടണം. ആ 12 സ്റ്റിച്ച് കിട്ടിയതിന് ശേഷം മാത്രം അടുത്ത റൗണ്ടിലേക്ക് പോവാം. അടുത്ത റൗണ്ടിൽ നമ്മൾ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക.
ഇനി തേർഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. തേർഡ് റൗണ്ടിൽ നമ്മൾ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. സെയിം സ്പേസിൽ നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. അപ്പോൾ തേർഡ് റൗണ്ട് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഒരു ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. അതിൽ നമ്മൾ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ചു. ഇനി സെയിം സ്പേസിൽ നമുക്ക് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ചും കൂടി ചെയ്യാം. അപ്പോൾ ഒന്ന് തന്നെ നമ്മൾ 2 എണ്ണം ചെയ്തു. ഇനി ഈ റൗണ്ടിൽ നമ്മൾ ചെയ്യുന്നത് 2 1 2 1 എന്നുള്ള പാറ്റേൺ ആണ്. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഒരു ചെയിനിൽ തന്നെ 2 ചെയ്തു. ഇനി സെക്കൻഡ് ചെയിനിൽ നമുക്ക് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. ഇനി നമുക്ക് തേർഡ് ചെയിനിൽ ഒന്ന് തന്നെ 2 എണ്ണം ചെയ്യാം. 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫോർത്ത് സ്റ്റിച്ചിൽ നമ്മൾ ഒരു ചെയിനിൽ 1 ചെയ്യാം. അപ്പോൾ 2 1 2 1 എന്നുള്ള പാറ്റേൺ ആണ് നമ്മൾ ചെയ്യുന്നത്. 2 എന്ന് പറയുന്നത് ഒരു ചെയിനിൽ തന്നെ 2 എണ്ണം ചെയ്യുക. ഇനി അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ ഒന്ന് തന്നെ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഇനി അടുത്ത സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഇനി അടുത്ത സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഇനി അടുത്ത സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ എഴുതി വെക്കുക. ഓരോ റൗണ്ട് എഴുതി വെച്ചിട്ട് ചെയ്യുക കേട്ടോ. ഫസ്റ്റ് ഒരു റൗണ്ട് എഴുതുക, എന്നിട്ട് അത് ചെയ്യുക, എന്നിട്ട് അടുത്ത റൗണ്ട് എഴുതുക. ബിഗിനേഴ്സ് ആണെങ്കിൽ, അല്ലാത്തവരാണെങ്കിൽ കുഴപ്പമില്ല, ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി. ഒരു സ്റ്റിച്ചിൽ ഫസ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ 2 ചെയ്തു, സെക്കൻഡ് സ്റ്റിച്ചിൽ 1 ചെയ്തു, അടുത്ത സ്റ്റിച്ചിൽ 2 ചെയ്തു, അടുത്ത സ്റ്റിച്ചിൽ 1 ചെയ്തു. അപ്പോൾ 2 1 2 1 എന്നുള്ള പാറ്റേൺ ആണ് ഈ റൗണ്ട് മുഴുവനും നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് എത്ര സ്റ്റിച്ച് കിട്ടിയെന്നൊന്ന് നോക്കാം. 1 2 3 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 18 സ്റ്റിച്ചാണ് നമുക്ക് തേർഡ് റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ കിട്ടുക. ഫസ്റ്റിൽ നമുക്ക് 6 സ്റ്റിച്ച് കിട്ടി. 6 സ്റ്റിച്ചിന് നമ്മൾ 2 2 2 ചെയ്തിട്ട് 12 ആക്കി ഇൻക്രീസിങ് ചെയ്തു. തേർഡ് റൗണ്ട് നമ്മൾ 2 1 2 1 എന്നുള്ള പാറ്റേൺ ചെയ്ത് നമ്മൾ തേർഡ് റൗണ്ട് ഇൻക്രീസ് ചെയ്തിട്ട് നമുക്ക് 18 സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഫോർത്ത് റൗണ്ട് ചെയ്യാനായിട്ട് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. ആ സെയിം സ്പേസിൽ നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഇവിടെയാണ് നമ്മൾ ഫോർത്ത് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. വീണ്ടും നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് 2 സെയിം സ്പേസിൽ തന്നെ ഒന്നുകൂടി ചെയ്ത് കൊടുക്കുക. എല്ലാ സ്റ്റാർട്ടിങ്ങിലും നമ്മൾ 2 എണ്ണം തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇൻക്രീസിങ് സ്റ്റേജിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ ഒരു ചെയിനിൽ ഫസ്റ്റ് ചെയിനിൽ 2 സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് 1 1 2 2 1 1 2 2 1 1 2 എന്നുള്ള പാറ്റേൺ ആണ് നമ്മൾ ചെയ്യുന്നത്. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ 2 ചെയ്തു. ഇനി അടുത്തതിൽ 1 ചെയ്യുക, അടുത്ത സ്റ്റിച്ചിലും 1 ചെയ്യുക, 1 1 ചെയ്യുക. പിന്നെ തേർഡ് സ്റ്റിച്ചിൽ നമുക്ക് 2 ചെയ്യുക, അടുത്ത 2 സ്റ്റിച്ചിലും 1 1 ചെയ്യുക, 1 1. തേർഡ് സ്റ്റിച്ചിൽ 2 ചെയ്യുക. അടുത്ത 2 സ്റ്റിച്ചിലും 1 1 ചെയ്യുക. തേർഡ് സ്റ്റിച്ചിൽ 2 ചെയ്യുക, അടുത്ത 2 സ്റ്റിച്ചിലും 1 1 ചെയ്ത് കൊടുക്കുക, 1 1 2. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ 2 ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്ത 2 സ്റ്റിച്ച് 1 1 ചെയ്യുക. പിന്നെ മൂന്നാമത്തെ സ്റ്റിച്ചിൽ നമുക്ക് 2 ചെയ്യുക. ഈ ഒരു പാറ്റേൺ ആണ് ഈ റൗണ്ടിൽ നമ്മൾ ചെയ്യുന്നത്. 1 1 2 1 1 2 എന്നുള്ള പാറ്റേൺ. അപ്പോൾ ഓരോ സ്റ്റിച്ചും എഴുതി കൗണ്ട് ചെയ്തിട്ട് വേണം അടുത്ത റൗണ്ടിലേക്ക് പോവാൻ. അപ്പോൾ നമുക്ക് ഒരു സ്റ്റിച്ച് ഒരു റൗണ്ടിൽ മിസ്സാവുമ്പോൾ അടുത്ത റൗണ്ടിലേക്ക് അത് വരുമ്പോൾ ആ ഒരു നമ്മളെ പാറ്റേണേ മാറിപ്പോവും. അപ്പോൾ എല്ലാ റൗണ്ടിലും കൗണ്ട് ചെയ്ത് അടുത്ത റൗണ്ടിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആവുമ്പോൾ നമുക്ക് എത്ര സ്റ്റിച്ച് കിട്ടിയെന്ന് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 24 സ്റ്റിച്ചാണ് നമുക്ക് ഫോർത്ത് റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ കിട്ടുക. ഇനി നമുക്ക് ഫിഫ്ത്ത് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ
ഫിഫ്ത്ത് റൗണ്ടിൽ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഒരു സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്ത് അവിടെ നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. സെയിം സ്പേസിൽ നമുക്ക് ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് സെയിം സ്പേസിൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കൂടി ചെയ്യുന്നുണ്ട്. നമ്മൾ എല്ലാ റൗണ്ടിലും ഇൻക്രീസിങ് സ്റ്റേജ് നമുക്കിങ്ങനെ ഇൻക്രീസിങ് ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ 2 ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ റൗണ്ടിൽ നിന്ന് പറഞ്ഞത് 3 പ്രാവശ്യം 1 1 1 ചെയ്യണം. അപ്പോൾ 1 ചെയ്യുക, ഫസ്റ്റ് സ്റ്റിച്ചിൽ 1 ചെയ്യുക, സെക്കൻഡ് സ്റ്റിച്ചിൽ 1 ചെയ്യുക, തേർഡ് സ്റ്റിച്ചിൽ 1 ചെയ്യുക. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ 2 ചെയ്തു, അതിന് ശേഷം 3 സ്റ്റിച്ചിലും നമ്മൾ 1 1 1 ചെയ്തു. ഇനി ഫോർത്ത് സ്റ്റിച്ചിൽ നമ്മൾ ഒന്ന് തന്നെ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഇനി അടുത്ത 3 എണ്ണത്തിലും 1 1 1 ചെയ്യുക. 1 സെക്കൻഡ് സ്റ്റിച്ചിലും 1 ചെയ്യുക, തേർഡ് സ്റ്റിച്ചിലും 1 ചെയ്യുക, ഫോർത്ത് 1ൽ ഒന്ന് തന്നെ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും 1 സെക്കൻഡ് സ്റ്റിച്ചിലും 1, തേർഡ് സ്റ്റിച്ചിലും 1, ഫോർത്ത് സ്റ്റിച്ചിൽ നമ്മൾ ഒന്ന് തന്നെ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. പിന്നെ വീണ്ടും ഫസ്റ്റ് സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ, സെക്കൻഡ് സ്റ്റിച്ചിലും ഒരു സിംഗിൾ ക്രോഷേ, തേർഡ് സ്റ്റിച്ചിലും ഒരു സിംഗിൾ ക്രോഷേ, ഫോർത്ത് സ്റ്റിച്ചിൽ നമ്മൾ ഒന്ന് തന്നെ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഇനി അടുത്ത 3 സ്റ്റിച്ചിലും 1, സെക്കൻഡ് സ്റ്റിച്ചിലും 1, തേർഡ് സ്റ്റിച്ചിലും 1, ഫോർത്ത് സ്റ്റിച്ചിൽ നമുക്ക് ഒന്ന് തന്നെ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഇനി ബാലൻസ് 3 സ്റ്റിച്ച് ഉണ്ടാവും, ആ 3 സ്റ്റിച്ചിലും 1 1 1 ചെയ്യുക. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ 2 ചെയ്തതുകൊണ്ടാണ് 3 സ്റ്റിച്ചിലും 1 1 1 ചെയ്തിട്ട് ഈ റൗണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ വീണ്ടും നമ്മൾ കൗണ്ട് ചെയ്ത് നോക്കുക. ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര സ്റ്റിച്ച് കിട്ടിയെന്ന് നോക്കുക. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30. അപ്പോൾ നമ്മൾ 5th റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 30 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ചെറിയൊരു കാറ്റർപില്ലറാണ് ഇവിടെ ചെയ്യുന്നത്, വലിയ സൈസിലല്ല ചെയ്യുന്നത്. അപ്പോൾ ഇനി ഞാൻ ഇൻക്രീസിങ് ചെയ്യുന്നില്ല. ഇനി ഞാൻ എല്ലാ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇൻക്രീസിങ് ചെയ്യുന്ന വലിയ സൈസിലുള്ള ബോളാണ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻക്രീസിങ് ഇങ്ങനെ ഇപ്പോൾ നമ്മൾ 2 ചെയ്തിട്ട് 3 എണ്ണത്തിൽ 1 1 1 ചെയ്തു, 4ാമത്തേൽ ഇൻക്രീസിങ് ചെയ്തു. ഇനി അടുത്തതിൽ നിങ്ങൾ 4 എണ്ണത്തിൽ 1 1 1 ചെയ്യുക, 5ാമത്തേൽ ഇൻക്രീസിങ് ചെയ്യുക. അങ്ങനെ ഇൻക്രീസിങ് സ്റ്റിച്ച് ആഡാക്കി കൊടുത്താൽ നിങ്ങൾക്ക് ബോളിൻ്റെ വലിപ്പം ആഡായി കിട്ടും കേട്ടോ. ഇനി നമ്മൾ അടുത്ത റൗണ്ട് ചെയ്യാനായിട്ട് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്ത് അവിടെ നമുക്ക് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഈ റൗണ്ടിൽ ഞാൻ സ്റ്റിച്ച് മാർക്കർ വെക്കുന്നത്, ഇതുവരെ നമ്മൾ വെച്ചിട്ടുള്ളത് ഇങ്ങനെ സ്റ്റിച്ചിൻ്റെ മുകളിലായിരുന്നു. ഇനി ഞാൻ സ്റ്റിച്ച് മാർക്കർ വെക്കുന്നത് ഈ ഒരു സ്റ്റിച്ചിൻ്റെ മുകൾ ഭാഗത്തായിട്ടാണ്. അപ്പോൾ ഇനി ഞാൻ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് വരുന്ന ഒരു 6 റൗണ്ടും നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓരോ റൗണ്ടിലും നമുക്ക് ഈ 30 സ്റ്റിച്ച് കിട്ടണം. 1 2 എല്ലാ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ ചെയ്യുക. 3 അടുത്തതിൽ 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 13.
അപ്പോൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് ആറാമത്തെ റൗണ്ട് കംപ്ലീറ്റ് 1 2 3 4 5 6 റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 30 സ്റ്റിച്ച് തന്നെയാണ് കിട്ടുക. അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗത്ത് സ്റ്റിച്ച് മാർക്കർ വെച്ചതുകൊണ്ട് എനിക്കത് നിങ്ങൾക്ക് ഇനി വെക്കാൻ കഴിയുന്നില്ലെങ്കിൽ സാധാ അങ്ങനെ വെച്ചിട്ട് ഓരോ റൗണ്ടും കൗണ്ട് ചെയ്താൽ മതി. ഞാൻ ഈ ഭാഗത്ത് വെച്ചതുകൊണ്ട് എനിക്ക് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യണ്ട. റിമൂവ് ചെയ്യാതെ തന്നെ ഞാൻ ഈ ഒരു സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. 1 2 3 അങ്ങനെ നമ്മൾ ഇങ്ങനെ റൗണ്ട്, ഇതിപ്പോൾ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു, ഇങ്ങനെ നമ്മൾ 6 റൗണ്ടും കൂടി ചെയ്തിട്ട് ഇനി ഒരു 5 റൗണ്ടും കൂടി ചെയ്തിട്ട് തിരിച്ചു വരാം. ചെയ്യേണ്ടത് എങ്ങനെയാ വെച്ചാൽ എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്കിനി 6 റൗണ്ടും കൂടി ചെയ്യണം, 5 റൗണ്ടും കൂടി ചെയ്യണം. നമ്മളിപ്പോൾ ഒരു റൗണ്ട് ഓൾറെഡി ചെയ്തു, ഇനി ഒരു 5 റൗണ്ടും കൂടി ചെയ്തിട്ട് തിരിച്ചു വരാം. ഇനി കൺഫ്യൂഷൻ ഒന്നും വേണ്ട, ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ. ഇവിടെ എത്തുമ്പോൾ 30 സ്റ്റിച്ച് തന്നെ കിട്ടുന്നുണ്ടോ നോക്കുക. 1 2 3 എന്നാണ് കൗണ്ട് ചെയ്ത് തന്നെ ചെയ്യുക, അല്ലാതെ മിസ്സാവരുത്. ഓരോ സ്റ്റിച്ചിലും 1 2 കൂടി പോവുക, കുറേ പോവുക ഒന്നും ചെയ്യരുത്. അപ്പോൾ ആ ഒരു രീതിക്ക് ഇനി ഒരു 5 റൗണ്ടും കൂടി ചെയ്തിട്ട് തിരിച്ചു വരാം. നമ്മളിങ്ങനെ ഇവിടെയാണ് നമ്മൾ സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടുള്ളത്. 1 2 3 4 5 6 7 7 റൗണ്ട് നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നത് ഇവിടുന്ന് നമ്മൾ ഇതുവരെ നമ്മൾ ഇൻക്രീസിങ് സ്റ്റിച്ചാണ് ചെയ്തത്. ഒരു ചെയിനിൽ 2 എണ്ണം ചെയ്തിട്ട് ഇങ്ങനെ ഇൻക്രീസിങ് ചെയ്തു. പിന്നെ നമ്മൾ 1 2 3 7 റൗണ്ടിൽ നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ. അപ്പോൾ ഒരു റൗണ്ട് കഴിയുമ്പോൾ നമുക്ക് 30 സിംഗിൾ ക്രോഷ്യ എന്നുള്ള ഒരു ഇതിനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനിയുള്ള റൗണ്ട് ചെയ്യാനായിട്ട് സ്റ്റാർട്ടിങ്ങിൽ നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് അവിടെ നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെക്കാം. ഈ സ്റ്റിച്ച് മാർക്കർ ഞാൻ റിമൂവ് ചെയ്യാത്തതുകൊണ്ട് റൗണ്ട് കൗണ്ട് ചെയ്യാൻ എളുപ്പമായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ റിമൂവ് ചെയ്യാതെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് റൗണ്ട് കൗണ്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ ഒരു സ്റ്റിച്ച് മാർക്കർ വെക്കുക, അതേപോലെ ഇങ്ങനെ ഓരോ റൗണ്ടിലും ഓരോ സ്റ്റിച്ച് മാർക്കറും വെച്ച് കൊടുക്കുക, അപ്പോഴും കുഴപ്പമില്ല കേട്ടോ. അപ്പം ഞാനിവിടെ സ്റ്റാർട്ടിങ്ങിൽ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഇനി 1 2 3 3 ചെയിനിലും 1 1 1 ചെയ്തു. ഇനി നമ്മൾ ഡിക്രീസിങ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഡിക്രീസിങ് സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ 4ാമത്തെ സ്റ്റിച്ചിൻ്റെ ഈ ഒരു ഫ്രണ്ട് ലൂപ്പാണ് എടുക്കുന്നത്. ഇത് ഇങ്ങനെ വരുന്ന ഈ വിരലിൻ്റെ ഭാഗത്ത് വരുന്ന ലൂപ്പിനെ ഫ്രണ്ട് ലൂപ്പ് എന്നും ഈ ബാക്ക് സൈഡിൽ വരുന്ന ലൂപ്പിനെ ബാക്ക് ലൂപ്പ് എന്നും പറയും. അപ്പോൾ നമ്മൾ ഇനി അടുത്ത സ്റ്റിച്ചിൻ്റെ 4ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പ് എടുക്കുക, അതേപോലെ തന്നെ 5ാമത്തെ സ്റ്റിച്ചിൻ്റെയും ഫ്രണ്ട് ലൂപ്പ് എടുക്കുക. അപ്പോൾ നമ്മൾ ഹുക്കിൽ 3 സ്റ്റിച്ച് കിട്ടും. ഈ യാണോവർ ചെയ്ത് 2 സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ വീണ്ടും നമുക്ക് 2 സ്റ്റിച്ച് കിട്ടും. യാണോവർ ചെയ്ത് ഈ 2 സ്റ്റിച്ചിൻ്റെ കൂടെ പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്കൊരു ഡിക്രീസിങ് സിംഗിൾ ക്രോഷ്യ ഡിക്രീസിങ് കിട്ടും. വീണ്ടും നമുക്ക് 3 ചെയിനിലും 1 1 1 ചെയ്യുക. 1 സെക്കൻഡ് ചെയിനിലും 1 ചെയ്യുക, തേർഡ് ചെയിനിലും 1 ചെയ്യുക. ഇനി നമുക്ക് 4th ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പും 5th ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡിക്രീസിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് ഫസ്റ്റ് ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷ്യ, സെക്കൻഡ് ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷ്യ, തേർഡ് ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യാം. ഇനി 4ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും 5ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് 1 2 3 സ്റ്റിച്ചിലും 1 1 1 ചെയ്യാം. 4ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും 5ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്തിട്ട് നമുക്കൊരു ഡിക്രീസിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. വീണ്ടും ഫസ്റ്റിൽ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക, സെക്കൻഡ് വണ്ണിൽ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക, തേർഡ് വണ്ണിലും ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 4th വണ്ണിൻ്റെ ഫ്രണ്ട് ലൂപ്പും 5th വണ്ണിൻ്റെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഡിക്രീസിങ് ചെയ്യുക. വീണ്ടും 1 2 3 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് 1 1 1 ചെയ്യുക. 4th വണ്ണിൻ്റെ ഫ്രണ്ട് ലൂപ്പും 5th വണ്ണിൻ്റെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഡിക്രീസിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ ഡിക്രീസിങ് ആയി വരുന്നത് കാണാം. ഇനി നമുക്ക് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തിട്ട് അവിടെ നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അതിൽ നമുക്ക് വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഇനി അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മൾ. അടുത്ത റൗണ്ട് സ്റ്റാർട്ടിങ്ങിൽ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഇനി 2 സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസിങ്, സെക്കൻഡ് ചെയിനിലും ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക.
ഈ തേർഡ് വണ്ണിൻ്റെ ഫ്രണ്ട് ലൂപ്പും ഫോർത്ത് വണ്ണിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്തിട്ട് ഡിക്രീസിങ് ചെയ്ത് കൊടുക്കുക. വീണ്ടും ഫസ്റ്റ് സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ, സെക്കൻഡ് സ്റ്റിച്ചിലും ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക. തേർഡ് വണ്ണിൻ്റെ ഫ്രണ്ട് ലൂപ്പും ഫോർത്ത് വണ്ണിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്തിട്ട് ഡിക്രീസിങ് ചെയ്ത് കൊടുക്കാം. വീണ്ടും അടുത്ത ഫസ്റ്റ് ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷേ, സെക്കൻഡ് ചെയിനിലും ഒരു സിംഗിൾ ക്രോഷേ, തേർഡ് ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പും ഫോർത്ത് ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്തിട്ട് ഡിക്രീസിങ് ചെയ്യുക. വീണ്ടും നമുക്ക് 1 2 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. തേർഡ് ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പും ഫോർത്ത് ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്തിട്ട് ഡിക്രീസിങ് ചെയ്യുക. വീണ്ടും ഫസ്റ്റ് സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ, സെക്കൻഡ് സ്റ്റിച്ചിലും ഒരു സിംഗിൾ ക്രോഷേ, തേർഡ് സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും ഫോർത്ത് സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്തിട്ട് ഡിക്രീസിങ് ചെയ്യുക. വീണ്ടും 1 2 2 സിംഗിൾ ക്രോഷേ. ഇനി ബാലൻസ് 2 സ്റ്റിച്ചാണ് ഉണ്ടാവുക. അപ്പോൾ കറക്റ്റ് നമ്പർ കറക്റ്റ് ആകുമ്പോൾ നമുക്ക് ആ ഒരു ബാലൻസ് വരുന്നതും കറക്റ്റ് ആവും കേട്ടോ. ഇനി 2 സ്റ്റിച്ചിലും നമുക്ക് ഓരോ ഡിക്രീസിങ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ ഇവിടെ ഇങ്ങനെ ചെറുതായി ചെറുതായി വരുന്നത് കാണാം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത റൗണ്ട് ചെയ്യാനായിട്ട് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. സ്റ്റിച്ച് മാർക്കറിൽ നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. വീണ്ടും അതിലൊരു സ്റ്റിച്ച് മാർക്കർ വെക്കുക. ഇനി ഇതിൽ നമ്മൾ ഒരു സിംഗിൾ ക്രോഷേ ഒരു ഡിക്രീസിങ് ആണ് ചെയ്യുന്നത്. ഒരു സിംഗിൾ ക്രോഷേ ഓൾറെഡി നമ്മൾ ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ ചെയ്തു. ഇനി സെക്കൻഡ് വണ്ണിൻ്റെ ഫ്രണ്ട് ലൂപ്പും തേർഡ് വണ്ണിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്തിട്ട് ഡിക്രീസിങ് ചെയ്യുക. വീണ്ടും അടുത്തതിൽ ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക. ഇനി അടുത്തതിൽ ഫസ്റ്റ് വണ്ണിൻ്റെ ഫ്രണ്ട് ലൂപ്പും സെക്കൻഡ് വണ്ണിൻ്റെ ഫ്രണ്ട് ലൂപ്പും തേർഡ് വണ്ണിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്തിട്ട് ഡിക്രീസിങ് ചെയ്യുക. വീണ്ടും നമുക്ക് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. സെക്കൻഡ് വണ്ണിൻ്റെ ഫ്രണ്ട് ലൂപ്പും തേർഡ് വണ്ണിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്തിട്ട് ഡിക്രീസിങ് ചെയ്യുക. വീണ്ടും 1 സിംഗിൾ ക്രോഷേ 1 ഡിക്രീസിങ്, 1 സിംഗിൾ ക്രോഷേ 1 ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ ആണ് നമ്മൾ ഈ റൗണ്ട് മുഴുവനും ചെയ്യുന്നത്. ആദ്യം ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക. പിന്നെ അടുത്തതിൽ സെക്കൻഡ് വണ്ണിൻ്റെ ഫ്രണ്ട് ലൂപ്പും തേർഡ് വണ്ണിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്തിട്ട് ഡിക്രീസിങ് ചെയ്യുക. വീണ്ടും നമുക്ക് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത 2 ലൂപ്പ് ഉണ്ടാവും. ആ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡിക്രീസിങ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ബോൾ കിട്ടും. ഇനി നമ്മൾ അടുത്ത കളറ് ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. അടുത്ത കളറ് ഈ പീച്ച് കളറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പീച്ച് കളറിൻ്റെ ത്രെഡ് എടുക്കുക, അങ്ങനെ എടുക്കുക, കുറച്ച് ടൈലൻ്റ് അധികം എടുക്കുക. അതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തിട്ട് ഈ ഒരു ചെയിനിൽ നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഈ യെല്ലോ കളർ യാണ് തന്നെയാണ് നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ എടുത്തിട്ട് ഇനി നമുക്ക് ഈ ഒരു യാണ് ഈ ഫിംഗറിനോണ്ട് ഈ യാണ് ഇങ്ങനെ പിടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഹുക്ക് ഈ തൊട്ടടുത്ത ചെയിൻ സ്റ്റിച്ച് മാർക്കർ എടുത്ത ആ ചെയിനിൽ നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഹുക്കിൽ ഈ ഒരു ഇപ്പോൾ ആഡ് ചെയ്ത കളറ് യാണും പീച്ച് കളർ യാണും അതുപോലെ യെല്ലോ കളർ യാണും കാണും. യാണുമ്പോൾ ചെയ്യുക ഈ 2 എണ്ണത്തിനുള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. അതിന് ശേഷം ഈ യാണൊന്ന് വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക. ഇത് നമ്മൾ യെല്ലോ കളർ യാണ് ആഡ് ചെയ്യുന്നില്ല. ഇനി നമ്മൾ യൂസ് ചെയ്യുന്നത് പിന്നെ ഈ ഒരു പീച്ച് കളർ സെക്കൻഡ് കളർ ഏതാണോ യൂസ് ചെയ്തിട്ടുള്ളത് ആ ഒരു കളറാണ് ഇനി നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കളറ് നമുക്ക് ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ നമുക്ക് ചെയ്ത് കൊടുക്കാം. 1 സെക്കൻഡ് ചെയിനിലും 2 3 4 5 6 7 8 9 10 11 12. അപ്പോൾ നമുക്ക് 12 സ്റ്റിച്ചാണ് ഈ ഒരു റൗണ്ടിൽ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു യെല്ലോ കളറിയാണ് കട്ട് ചെയ്തിട്ട് റിമൂവ് ചെയ്യുക. ഈ കളർ ഇനി നമുക്ക് വേണ്ട.
അപ്പോൾ നമ്മൾ ഈ ഒരു പിങ്ക് കളർ യാണ് ഇവിടെ ആഡ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പിങ്ക് കളർ ആണ് ഇനി ഈ ഒരു പീസ് കളർ യാണാണ് ഇനി നമ്മൾ ചെയ്യുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ യാണ് ഉണ്ടെങ്കിൽ ഈ യാണ് കട്ട് ചെയ്തിട്ടുള്ള യാണ് നമുക്ക് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഹൈഡാക്കി കൊടുക്കാം കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇപ്പം തന്നെ ഫൈബർ ഫില്ല് ആഡ് ചെയ്യുക, അതെല്ലാം ലാസ്റ്റിലേക്ക് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ആയാലും കുഴപ്പമില്ല. ഇനി നമ്മൾ ചെയ്യുന്നത് അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഇത് നമ്മൾ സെക്കൻഡ് റൗണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കളർ ചേഞ്ച് ചെയ്തിട്ടുള്ള സെക്കൻഡ് റൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് റൗണ്ടിൽ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ ചെയ്തിട്ട് നമുക്ക് 12 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടിയത്. ഇനി നമ്മൾ സെയിം സ്പേസിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കൂടി ചെയ്തു. ഇനി അടുത്ത ചെയിനിൽ 1 ചെയ്യുക. ഇൻക്രീസിങ് സ്റ്റിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. 2 1 2 1 എന്നുള്ള പാറ്റേൺ ആണ് നമ്മൾ ചെയ്യുന്നത്. അടുത്തതിൽ 2 ചെയ്യുക. ഇനി അടുത്ത സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഇനി അടുത്ത സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഇൻക്രീസിങ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇനി അടുത്ത സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അടുത്ത സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 2 1 2 1 എന്നുള്ള പാറ്റേൺ നമ്മളിങ്ങനെ ഇൻക്രീസിങ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ റൗണ്ടിൽ നമുക്ക് 12 സ്റ്റിച്ച് ആണെങ്കിൽ ഈ റൗണ്ടിൽ നമ്മൾ അത് 18 സ്റ്റിച്ച് ആക്കിയിട്ട് ഇൻക്രീസിങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. 2 ചെയ്യുക. അടുത്ത സ്റ്റിച്ചിൽ 1 ചെയ്യുക. അടുത്ത സ്റ്റിച്ചിൽ 2 ചെയ്യുക. അടുത്ത സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 18 സ്റ്റിച്ചാണ് കിട്ടുക. അപ്പോൾ 18 സ്റ്റിച്ച് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അതിന് മുന്നായിട്ട് നമുക്കൊന്ന് ഫൈബർ ഫിൽസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ 5 മുതൽ 11 വരെ 7 റൗണ്ടിൽ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് സിസ് മാർക്കർ റിമൂവ് ചെയ്ത് അവിടെ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും സിസ് മാർക്കർ വെച്ച് കൊടുക്കുക. പിന്നെ എല്ലാ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുക. 1 ഓൾറെഡി ചെയ്തു. 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 5 27 28 29 30. അപ്പോൾ നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്തപ്പോൾ നമുക്ക് 30 സ്റ്റിച്ചാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ 7 റൗണ്ടിലാണ് ഈ ഒരു ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇനി നമുക്ക് 7 റൗണ്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു റൗണ്ട് ചെയ്തു. ഇനി അടുത്ത റൗണ്ടിൽ സിസ് മാർക്കർ റിമൂവ് ചെയ്തിട്ട് അതിൽ വീണ്ടും സിസ് മാർക്കർ വെച്ച് കൊടുക്കുക. അടുത്ത റൗണ്ട് സ്റ്റാർട്ടിംഗ് ആണ്. അവിടെ നമുക്ക് ഈ ഒരു സൈഡിലേക്ക് ആക്കിയിട്ട് സിസ് മാർക്കർ വെച്ച് കൊടുക്കുക. അതെല്ലാം നേരത്തെ ചെയ്ത പോലെ തന്നെ നിങ്ങൾക്ക് ഓരോ ചെയിനിലും ഓരോ റൗണ്ടിലും സിസ് മാർക്കർ റിമൂവ് ചെയ്ത് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം.
അപ്പോൾ ഇവിടെ ഒരു സ്റ്റിച്ച് മാർക്കർ വെക്കുക. അങ്ങനെ 7 റൗണ്ട് ചെയ്തിട്ട് നമുക്ക് ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ കിട്ടണം. ഓരോ റൗണ്ടിലും 30 സ്റ്റിച്ച് കിട്ടുന്നുണ്ടോയെന്ന് നോക്കണം. ഒരു സ്റ്റിച്ച് ഇൻക്രീസ് ആവാനോ ഡിക്രീസ് ആവാനോ പാടില്ല. അപ്പോൾ എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ നമുക്ക് 7 റൗണ്ട്, ഒരു റൗണ്ട് ഓൾറെഡി ചെയ്തു, ഇനി 6 റൗണ്ട് കൂടി ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. നമ്മളിങ്ങനെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ഇങ്ങനെ 7 റൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് ഈ ഒരു സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് അടുത്ത റൗണ്ട് സ്റ്റാർട്ടിങ്ങിൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അതിൽ നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ 3 സിംഗിൾ ക്രോഷേ ഒരു ഡിക്രീസിങ് ആണ് ചെയ്യുന്നത്. ഒരു സിംഗിൾ ക്രോഷേ ഓൾറെഡി ചെയ്തു. സെക്കൻഡ് വണ്ണിൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. തേർഡ് വണ്ണിലും ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഇനി ഫോർത്ത് വണ്ണിൻ്റെ ഫ്രണ്ട് ലൂപ്പും ഫിഫ്ത്ത് വണ്ണിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു ഡിക്രീസിങ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത 3 സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 1 3 സിംഗിൾ ക്രോഷേ ഒരു ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ ആണ് ഈ റൗണ്ടിൽ നമ്മൾ ചെയ്യുന്നത്. 3 സിംഗിൾ ക്രോഷേ ചെയ്തു. ഇനി ഫോർത്ത് വണ്ണിൻ്റെ ഫ്രണ്ട് ലൂപ്പും ഫിഫ്ത്ത് വണ്ണിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്തിട്ട് ഡിക്രീസിങ് ചെയ്യുക. ഇനി അടുത്ത 3 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ 6 പ്രാവശ്യം ചെയ്യുമ്പോൾ നമുക്ക് ഈ റൗണ്ട് കംപ്ലീറ്റ് ആവും. 3 സിംഗിൾ ക്രോഷേ ഒരു ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ ആണ് നമ്മൾ ചെയ്യുന്നത്. 1 സെക്കൻഡ് ചെയിനിലും ഫസ്റ്റ് ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. സെക്കൻഡ് ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. തേർഡ് ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഫോർത്ത് ചെയിനിലെ ഫ്രണ്ട് ലൂപ്പും ഫിഫ്ത്ത് ചെയിനിലെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്തിട്ട് ഡിക്രീസിങ് ചെയ്ത് കൊടുക്കാം. 3 സിംഗിൾ ക്രോഷേ ഒരു ഡിക്രീസിങ്. 1 2 3 3 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക, ഒരു ഡിക്രീസിങ് ചെയ്ത് കൊടുക്കാം. 1 2 3 3 സിംഗിൾ ക്രോഷേ, 2 ഡിക്രീസിങ് സ്റ്റിച്ചാണുള്ളത്. ആ രണ്ടിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഡിക്രീസിങ് ചെയ്യുക. അപ്പോൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത റൗണ്ട് നമ്മൾ 2 സിംഗിൾ ക്രോഷേ ഒരു ഡിക്രീസിങ് ആണ്. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അതിൽ നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് കുറച്ച് ഫൈബർ ഫിൽസ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഫിംഗർ വെച്ചിട്ട് ആണ്. അപ്പോൾ ഇത് ഒരു റൗണ്ടായിട്ട് വന്നിട്ടുണ്ട്, ഒരു ബോൾ ഷേപ്പിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ബോൾ ചെയ്തിട്ട് നമ്മൾ ജോയിൻ ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ 2 ടൈപ്പിൽ നമുക്ക് ഈ ഒരു കാറ്റർപില്ലർ ചെയ്തെടുക്കാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്നത് ജോയിൻ ചെയ്യാതെ ഒന്നും തന്നെ കട്ട് ചെയ്യാതെ അടുത്ത കളർ ആഡ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം നമ്മൾ അധികം ഫില്ലും വേണ്ട, അധികം ലൂസും ആവരുത്, ആ ഒരു രീതിക്ക് നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഫൈബർ ഫിൽസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഇനി നമുക്ക് അടുത്ത റൗണ്ട് ചെയ്യാം. അപ്പോൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 18 സ്റ്റിച്ചാണ് കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ കൗണ്ട് ചെയ്ത് നോക്കുക 18 സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ടോയെന്ന്. 18 സ്റ്റിച്ച് കിട്ടിയതിന് ശേഷം നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാം. അടുത്ത റൗണ്ട് ചെയ്യാനായിട്ട് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്ത് അവിടെ നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇതിൽ നമുക്ക് സെയിം സ്പേസിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കൂടി ചെയ്യാം. ഇനി അടുത്തതിൽ 1 സിംഗിൾ ക്രോഷേ ചെയ്യുക. സെക്കൻഡ് വണ്ണിൽ 1 ചെയ്യുക. 1 1 2 എന്നുള്ള പാറ്റേൺ ആണ് നമ്മൾ ഈ റൗണ്ടിൽ ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത സ്റ്റിച്ചിൽ തേർഡ് സ്റ്റിച്ചിൽ 2 എണ്ണം ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത സ്റ്റിച്ചിൽ 1 ചെയ്യുക. ഫസ്റ്റ് സ്റ്റിച്ചിൽ 1 ചെയ്യുക. സെക്കൻഡ് സ്റ്റിച്ചിലും 1 ചെയ്യുക. തേർഡ് സ്റ്റിച്ചിൽ ഒരു ചെയിനിൽ തന്നെ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒരു ഇൻക്രീസിങ് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇൻക്രീസിങ് ചെയ്യുമ്പോഴാണോ അങ്ങനെ എഴുതി വെക്കുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നതെങ്കിൽ അങ്ങനെ എഴുതി വെക്കുക. അല്ലെങ്കിൽ ഒരു സ്റ്റിച്ചിൽ 2 എണ്ണം ചെയ്യാമെന്ന് പറയുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. ഏത് രീതിക്കാണോ നിങ്ങൾക്ക് എഴുതി വെച്ചാൽ മനസ്സിലാവുന്നത് ആ ഒരു രീതിക്ക് എഴുതി വെക്കുക.
അടുത്ത സ്റ്റിച്ചിൽ 1 ചെയ്യുക, അടുത്ത സെക്കൻഡ് സ്റ്റിച്ചിലും 1 ചെയ്യുക, തേർഡ് സ്റ്റിച്ചിൽ ഒരു ചെയിനിൽ തന്നെ 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഈ റൗണ്ടിൻ്റെ പാറ്റേൺ എന്ന് പറഞ്ഞത് 1 1 2 എന്നുള്ള പാറ്റേൺ ആണ്. 1 1 2. അടുത്തതിൽ 1 ചെയ്യുക, സെക്കൻഡ് സ്റ്റിച്ചിലും 1 ചെയ്യുക, തേർഡ് സ്റ്റിച്ചിൽ 2 ചെയ്യുക, അടുത്ത 2 സ്റ്റിച്ച് ഉണ്ടാവും, ആ 2 സ്റ്റിച്ചിലും 1 1 ചെയ്യുക. അപ്പോൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 24 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് കിട്ടുക. അപ്പോൾ ഇങ്ങനെ എണ്ണി നോക്കുക 24 സ്റ്റിച്ച് കിട്ടുന്നുണ്ടോയെന്ന്. 24 സ്റ്റിച്ച് കിട്ടിയതിന് ശേഷം അടുത്ത റൗണ്ടിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ എനിക്കിവിടെ 24 സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തിട്ട് അടുത്ത റൗണ്ട് ചെയ്യാനായിട്ട് ആ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്ത സ്പേസിൽ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും അതിൽ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. സെയിം സ്പേസിൽ തന്നെ നമുക്ക് ഇൻക്രീസിങ് സ്റ്റേജ് ആയതുകൊണ്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. എല്ലാ സ്റ്റിച്ചിലും 2 എണ്ണം ചെയ്യുക. ഇനി അടുത്ത 1 1 1 3 സ്റ്റിച്ചിലും ഓരോന്ന് ചെയ്യുക. 1 സെക്കൻഡ് സ്റ്റിച്ചിലും 1 തേർഡ് സ്റ്റിച്ചിലും 1 സിംഗിൾ ക്രോഷ്യ ചെയ്യുക. ഇനി നമ്മൾ ഫോർത്ത് സ്റ്റിച്ചിൽ ഒന്ന് തന്നെ 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അടുത്തതിൽ 1 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക, സെക്കൻഡ് സ്റ്റിച്ചിലും 1 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക, തേർഡ് സ്റ്റിച്ചിലും 1 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക, ഫോർത്ത് സ്റ്റിച്ചിൽ ഒന്ന് തന്നെ 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ചിൽ 1, സെക്കൻഡ് സ്റ്റിച്ചിലും 1, തേർഡ് സ്റ്റിച്ചിലും ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക, ഫോർത്ത് 1ൽ ഒന്ന് തന്നെ 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ ഈ ഒരു പാറ്റേൺ നമുക്കിങ്ങനെ 6 പ്രാവശ്യം ചെയ്യാനുണ്ടാവും. അങ്ങനെ 6 പ്രാവശ്യം ചെയ്യുമ്പോൾ നമ്മൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 30 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് കിട്ടുക. 1 1 1 3 1 1 1 ചെയ്യുക, ഫോർത്ത് 1ൽ ഒന്ന് തന്നെ 2 ചെയ്യുക, വീണ്ടും 1 1 1 ചെയ്യുക, 1 സെക്കൻഡിലും 1 തേർഡിലും 1 ഫോർത്തിൽ ഒന്ന് തന്നെ 2 സ്റ്റിച്ച് ചെയ്യുക. ഇനി 3 ബാലൻസ് ഉണ്ട്. 3 സ്റ്റിച്ചിലും ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 30 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് കിട്ടുക. വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഈ റൗണ്ട് നമ്മൾ 2 സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസിങ് ആണ് ചെയ്യുന്നത്. ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തു, സെക്കൻഡ് ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. ഇനി തേർഡ് ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പും ഫോർത്ത് ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്തിട്ട് ഡിക്രീസിങ് ചെയ്യാം. ഇനി വീണ്ടും 2 സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്യുക. 1 2 തേർഡ് ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പും ഫോർത്ത് ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്തിട്ട് ഡിക്രീസിങ് ചെയ്യുക. 1 2 തേർഡ് ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പും ഫോർത്ത് ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്തിട്ട് ഡിക്രീസിങ് ചെയ്യുക. അടുത്ത 2 സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ്യ. അങ്ങനെ നമുക്ക് 6 പ്രാവശ്യം ചെയ്താൽ ഈ റൗണ്ട് കംപ്ലീറ്റ് ആവും. തേർഡ് സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും ഫോർത്ത് സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്യുക, ഡിക്രീസിങ് ചെയ്യുക. അടുത്ത 2 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക, അടുത്ത ചെയിനിൽ ഡിക്രീസിങ് ചെയ്യുക. ഇനി അടുത്ത ചെയിനിൽ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക, അടുത്ത ചെയിനിലും സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1 1 ചെയ്യുക, അടുത്തതിൽ ഡിക്രീസിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്ത ആ സ്പേസിൽ നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. വീണ്ടും അവിടെ സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഇനി 1 2 എന്നുള്ള പാറ്റേൺ 1 സിംഗിൾ ക്രോഷ്യ 1 ഡിക്രീസിങ് ആണ്. സെക്കൻഡ് ചെയിനിലെ ഫ്രണ്ട് ലൂപ്പും തേർഡ് ചെയിനിലെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്തിട്ട് ഡിക്രീസിങ് ചെയ്യാം. വീണ്ടും ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം.
സെക്കൻഡ് ചെയിനിലെ ഫ്രണ്ട് ലൂപ്പും തേർഡ് ചെയിനിലെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്തിട്ട് ഡിക്രീസിങ് ചെയ്യുക. ഒരു സിംഗിൾ ക്രോഷേ ഒരു ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ ആണ് ഈ റൗണ്ട് മുഴുവൻ ചെയ്യുന്നത്. അങ്ങനെ ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 12 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടുക. ഒരു സിംഗിൾ ക്രോഷേ ഒരു ഡിക്രീസിങ് ആണ്. ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക, അടുത്ത 2 ചെയിനിനെ ഡിക്രീസിങ് ചെയ്ത് കൊടുക്കുക, ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്യുക. ഇനി അടുത്ത 2 ചെയിനിൽ ഒരു ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷേ, അടുത്ത ചെയിനിൽ ഡിക്രീസിങ്, ഒരു സിംഗിൾ ക്രോഷേ, അടുത്തതിൽ ഡിക്രീസിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ റൗണ്ടിൽ നമ്മൾ കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 12 സ്റ്റിച്ചാണ് കിട്ടുക. ഇനി നമുക്ക് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. ഇനി നമ്മൾ അടുത്ത കളറ് യാണ് ആഡ് ചെയ്യാൻ പോവുകയാണ്. ഞാനിവിടെ റെഡ് കളർ യാണാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ റെഡ് കളർ യാണ് കുറച്ച് ടൈലൻ്റ് അധികം എടുക്കുക. അതിന് ശേഷം ഈ ഒരു ഫിംഗറിനെ കൊണ്ട് ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുക. അതിന് ശേഷം സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തിട്ടുള്ള ആ ഒരു ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ഈ റെഡ് കളർ യാണാണ് നമ്മൾ ഇതുവരെ ഈ പീച്ച് കളർ യാണാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി റെഡ് കളർ യാണ് ഇങ്ങനെ വലിക്കുക. അപ്പോൾ നമുക്ക് ഹുക്കിൽ ഈ ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുള്ള റെഡ് കളറും മറ്റേ കളറ് ബാക്ക് സൈഡിലായിട്ട് കാണാൻ പറ്റുമോ. ഇനി യാണുവ ചെയ്യുക, ഈ 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അതിന് ശേഷം നമുക്ക് ഈ ഒരു യാണ് വലിച്ച് ടൈറ്റാക്കി കൊടുക്കാം. ഇത് നമ്മൾ ഈ റൗണ്ടിൽ ചെയ്യുന്നത് എല്ലാ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ആണ്. 1, സെക്കൻഡ് ചെയിനിൽ 2, തേർഡ് ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷേ, അപ്പോൾ 3, 4, 5, 6, 7, 8, 9, 10, 11, 12. അപ്പോൾ ഈ റൗണ്ടിൽ നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു യാണുണ്ടല്ലോ, നമ്മൾ ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ള ഈ യാണ് കട്ട് ചെയ്തിട്ട് റിമൂവ് ചെയ്യുക. അതിന് ശേഷം ഈ യാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഫൈബർ ഫില്ല് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫൈബർ ഫില്ല് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 റൗണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഈ സെക്കൻഡ് ചെയ്തിട്ടുള്ള സെയിം പാറ്റേൺ ആണ്, സെക്കൻഡ് ബൗൾ ചെയ്തിട്ടുള്ള സെയിം പാറ്റേൺ തന്നെയാണ് ഈ തേർഡ് റൗണ്ടിലും നമ്മൾ തേർഡ് ബൗൾ, ഫോർത്ത് ബൗൾ, എത്ര ഒരു കാറ്റർപില്ലറിന് എത്ര ബൗൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അത്രയും ബൗളിൽ ഈ ഒരു സെയിം പാറ്റേൺ ആണ് നമ്മൾ ചെയ്യുന്നത്. സെക്കൻഡ് റൗണ്ട് ചെയ്തിട്ടുള്ള ആ ഒരു പാറ്റേൺ ആണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്ത് അതിൽ നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്ത സ്പേസിൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് അതിലൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. നമ്മൾ ഇൻക്രീസിങ് സ്റ്റിച്ച് ആയതുകൊണ്ട് സെയിം സ്പേസിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കൂടി ചെയ്യുക. ഫസ്റ്റ് റൗണ്ടിൽ നമുക്ക് 12 സ്റ്റിച്ചാണ് കിട്ടിയിട്ടുള്ളത്. സെക്കൻഡ് റൗണ്ടിൽ നമ്മൾ അതിനെ ഇൻക്രീസിങ് ചെയ്തു. 2, 1, 2, 1 എന്നുള്ള പാറ്റേൺ ആണ് നമ്മൾ സെക്കൻഡ് റൗണ്ടിൽ ചെയ്യുന്നത്. ഫസ്റ്റിൽ നമ്മൾ 2 ചെയ്തു, സെക്കൻഡിൽ 1 സിംഗിൾ ക്രോഷേ ചെയ്യുക. അടുത്ത സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷേ, ഒരു ചെയിനിൽ തന്നെ 2 എണ്ണം ചെയ്യുക. പിന്നെ അടുത്ത സ്റ്റിച്ചിൽ 1 സിംഗിൾ ക്രോഷേ, 2, 1, 2, 1 എന്നുള്ള പാറ്റേൺ ആണ് ഈ ഒരു സെക്കൻഡ് റൗണ്ടിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ എഴുതി വെക്കുക. ഇപ്പോൾ നമ്മൾ സെക്കൻഡ് ബൗൾ ചെയ്തിട്ടുള്ള സെയിം പാറ്റേൺ തന്നെയാണ് ഇതിൽ ചെയ്യുന്നത്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഫസ്റ്റ് ബൗളിൽ നമ്മൾ 6 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തിട്ട് മാജിക് സർക്കിൾ ചെയ്ത് 6 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയുള്ള റൗണ്ടിലൊന്നും നമ്മൾ സിംഗിൾ ക്രോഷേ ആ ഒരു മാജിക് സർക്കിൾ ചെയ്തിട്ടല്ല ചെയ്യുന്നത്. നമ്മൾ 12 സ്റ്റിച്ചിൽ നിന്നാണ് അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. 12 സ്റ്റിച്ച് വരെ നമ്മൾ ഡിക്രീസിങ് ചെയ്യുന്നുള്ളൂ. പിന്നെ നമ്മൾ അടുത്ത കളറ് ആഡ് ചെയ്തിട്ട് പിന്നെ
അടുത്ത കളർ ആഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ചെയ്യുന്നത് ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ആണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 12 സിംഗിൾ ക്രോഷ്യ വീണ്ടും കിട്ടും. ഈ ഒരു സെക്കൻഡ് റൗണ്ടിൻ്റെ പാറ്റേൺ ആണ് നമ്മളിത് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ എത്ര റൗണ്ട് വേണമെങ്കിലും ചെയ്തിട്ട് തിരിച്ചു വരാം.